ഹൈക്കോടതി മാനദണ്ഡങ്ങൾ പാലിച്ച് തൃശൂർ പൂരം നടത്താൻ സാധിക്കില്ലെന്ന് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ. പ്രതിസന്ധി പരിഹരിക്കാൻ ഉത്സവാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച തൃശൂരിൽ പ്രതിഷേധ കൺവെൻഷൻ സംഘടിപ്പിക്കും. ആനയെഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി പരിഹരിക്കാൻ നിയമനിർമ്മാണത്തെക്കുറിച്ച് സർക്കാർ ആലോചിക്കുന്നതായി റവന്യൂ മന്ത്രി കെ രാജൻ. മുണ്ടക്കൈ ചൂരൽമലയിലെ ദുരന്തത്തിനിരയായ അവസാനത്തെ വ്യക്തിയെയും പുനരധിവസിപ്പിക്കുമെന്നും മന്ത്രി. പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിൽ. കൂടുകളുടെ നിർമ്മാണം മാർച്ച് മാസത്തോടെ പൂർത്തിയാകും. കുണ്ടന്നൂരിൽ വൻ കഞ്ചാവ് വേട്ട. ചരക്ക് വാഹനത്തിൽ കടത്തിയ 80 കിലോ കഞ്ചാവ് പോലീസ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട 3 പേർ പിടിയിൽ, 2 പേർ ഓടി രക്ഷപ്പെട്ടു. കുന്നംകുളത്ത് നടക്കുന്ന റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ പോരാട്ടം മുറുകി. 506 പോയിന്റുമായി തൃശൂർ ഈസ്റ്റ് ഉപജില്ല മുന്നിൽ. കൊല്ലൂർ CIയെ കുത്തിയ അനന്തുമാരിക്കെതിരെ 10 ക്രിമിനൽ കേസടക്കം 16 കേസുകൾ ഉള്ളതായി പോലീസ്. പ്രതിക്കെതിരെ വധശ്രമത്തിന് കേസെടുക്കുമെന്ന് പോലീസ്. മറ്റത്തൂർ മുപ്പിളിയിൽ കാട്ടാനകൾ ഇറങ്ങി വ്യാപകമായി വാഴകൃഷി നശിപ്പിച്ചു. താളുപ്പാടം സ്വദേശി കളത്തിങ്കൽ ഡേവിസ് പാട്ടഭൂമിയിൽ കൃഷി ചെയ്ത 200ഓളം വാഴകളാണ് ആനക്കൂട്ടം നശിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. ഹൈക്കോടതി മാനദണ്ഡങ്ങൾ പാലിച്ച് തൃശൂർ പൂരം നടത്താൻ സാധിക്കില്ലെന്ന് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ അപ്രായോഗികമാണെന്ന് ദേവസ്വം ഭാരവാഹികൾ പറഞ്ഞു. ഈ നിലയ്ക്ക് തൃശൂർ പൂരം ഉപേക്ഷിക്കേണ്ടതായി തന്നെ വരുമെന്നും ദേവസ്വം ഭാരവാഹികളായ G. രാജേഷ്, K. ഗിരീഷ് കുമാർ എന്നിവർ പറഞ്ഞു. പ്രതിസന്ധി പരിഹരിക്കുന്നതിനും നിയമപരമായ കാര്യങ്ങൾ ആലോചിക്കുന്നതിനുമായി ഉത്സവാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച തൃശൂർ കൗസ്തുഭം ഹാളിൽ പ്രതിഷേധ കൺവെൻഷൻ സംഘടിപ്പിക്കും. സുപ്രീം കോടതിയെ സമീപിക്കുന്ന കാര്യം ആലോചിക്കുമെന്നും ദേവസ്വം ഭാരവാഹികൾ അറിയിച്ചു. ഒരു യോഗം കൂടാൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ബുദ്ധിമുട്ടുകളും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. വെടിക്കെട്ടിനാണെങ്കിലും ആന എഴുന്നള്ളിപ്പിനാണെങ്കിലും ഇവിടെ ഉത്സവങ്ങളും പൂരങ്ങളുടെയും സമയമായി കഴിഞ്ഞു. തിരുവമ്പാടി പാറമേക്കാവിന്റെ വേല അടുത്ത മാസം ആദ്യം തന്നെയാണ്. അതുകൂടാണ്ട് വെടിക്കെട്ടിനെ സംബന്ധിച്ച് ഒരു നിലയ്ക്കും വെടിക്കെട്ട് നടത്താൻ പറ്റാത്തൊരവസ്ഥയാണ് ഈ പുതിയ ഗസറ്റ് പബ്ലിക്കേഷനിൽ കൂടി വന്നിട്ടത്. ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ആന എഴുന്നള്ളിപ്പുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ച് ചർച്ച ചെയ്ത് ഉത്സവ കമ്മിറ്റികളെ ആയിട്ട് ഒരുമിച്ച് നിന്ന് ഇതില് ചർച്ച ചെയ്യാനായിട്ടാണ് ഇത് ഉദ്ദേശിച്ചിട്ടുള്ളത്. ചർച്ച ചെയ്ത് മന്ത്രിമാര് പങ്കെടുക്കും, മുൻ MLA, MLA, അതുകൂടാണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെ സംഘടനകളിലുള്ള ആൾക്കാരെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ നല്ലൊരു പ്രതികരണമാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ നിന്നും നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഒരു റിക്വസ്റ്റ് കൊടുക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് ഇതിനൊരു തീരുമാനം എന്താ ചെയ്യാൻ പറ്റുകയെന്ന് ആലോചിക്കാനായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം നൽകുക എന്ന്. ആനയെഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഉത്തരവിനെതിരെ റവന്യൂ മന്ത്രി കെ രാജൻ രംഗത്ത്. ഹൈക്കോടതിയുടെ ഉത്തരവ് അപ്രായോഗികമാണെന്ന് പറഞ്ഞ മന്ത്രി കോടതിയുടെ ചില നിരീക്ഷണങ്ങളോട് യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും പറഞ്ഞു. പീച്ചിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമനിർമ്മാണത്തിലൂടെ പ്രതിസന്ധി പരിഹരിക്കാനുള്ള ആലോചനയിലാണ് സർക്കാർ. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉടൻ ഉന്നതതല യോഗം വിളിക്കുമെന്നും റവന്യൂ മന്ത്രി പറഞ്ഞു. തൃശൂർ പൂരം അതിന്റെ പൂർണ്ണ പെരുമയോടെ തന്നെ ഒരു കോട്ടവും തട്ടാതെ നടത്തണമെന്നാണ് സർക്കാർ നിലപാടെന്നും മന്ത്രി വ്യക്തമാക്കി. വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രനും റവന്യൂ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. പൂരത്തിന്റെ പ്രൗഢിയും പൂരത്തിന്റെ പാരമ്പര്യത്തിനും ഒരു കോട്ടവും തട്ടാത്ത വിധത്തിൽ അതിഗംഭീരമായിട്ട് ഉത്സവങ്ങൾ നടക്കണം എന്നാണ് സർക്കാരിന്റെ നിലപാട്. അതിനെങ്ങനെയൊക്കെയാണോ ഇടപെടാൻ കഴിയുന്നത് ആ വിധത്തിൽ ഇടപെടും. ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രിയും ദേവസ്വം മന്ത്രിയും ഞാനും ചേർന്ന് ഇക്കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിരുന്നു. നേരത്തെ മന്ത്രി പറഞ്ഞതുപോലെ അദ്ദേഹം തന്നെ ഒരു ഉന്നതതല യോഗം വിളിച്ചു കൂട്ടും. കോടതിയുടെ നിർദ്ദേശങ്ങൾ അപ്രായോഗികമാണ്. കോടതിയുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി കൊണ്ടുവരിക അത്ര എളുപ്പമുള്ള പ്രശ്നമല്ല. മാത്രമല്ല, കോടതിയുടെ ചില നിരീക്ഷണങ്ങളോട് നമുക്ക് യോജിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് കോടതിയിൽ ഇടപെടേണ്ടത്, അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ എങ്ങനെയൊക്കെ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് ആശങ്ക വേണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് സന്ദർശിച്ചതിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിലവിലുള്ള വാർത്തകൾ കണ്ട് ദുരന്തബാധിതർ വിഷമിക്കേണ്ടതില്ല. ദുരന്തത്തിനിരയായ അവസാന ആളെയും ജനകീയ ഇടപെടലിലൂടെ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ പുനരധിവസിപ്പിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. പുനരധിവാസത്തിനായി ആദ്യം കണ്ടെത്തിയ സ്ഥലം നിയമക്കുരുക്കിലാണെന്നും പുതിയ സ്ഥലം കണ്ടെത്താൻ വൈകില്ലെന്നും മന്ത്രി പറഞ്ഞു. ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു പൗരന് പ്രതീക്ഷിക്കാനുള്ള അവകാശമില്ലേ? അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന തെറ്റ് അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഈ വാർത്തകൾ നിരന്തരമായി കേൾക്കുന്നതിന്റെ ഭാഗമായി ചൂരൽമലയിൽ ദുരന്തത്തിന്റെ ഭാഗമായി ഒറ്റപ്പെട്ടു പോയി എന്ന് പേടിക്കുന്ന ദുരന്ത ബാധിതരായ ആളുകളോട് ഞങ്ങൾ പറയട്ടെ, ഇനി ഒന്നും തന്നില്ലെങ്കിലും
അവസാനത്തെ ദുരന്ത ബാധിതരെ കൂടി കേരളത്തിലെ ഗവൺമെന്റ് ജനകീയമായ ഇടപെടലുകളോടെ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഒരു മനസ്സായി നിന്ന് പുനരധിവസിപ്പിക്കും. ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാലയായ പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തികൾ അന്തിമഘട്ടത്തിലേക്ക് 3 ഘട്ടങ്ങളിലായി നടക്കുന്ന നിർമ്മാണ പ്രവർത്തികളാണ് അന്തിമഘട്ടത്തിലേക്ക് കടക്കുന്നത്. നിർമ്മാണ പ്രവർത്തികൾ വിലയിരുത്തുവാൻ മന്ത്രിമാരായ കെ രാജൻ, എ കെ ശശീന്ദ്രൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. മാർച്ച് മാസത്തോടെ പക്ഷിമൃഗാദികളുടെ ആവാസ സ്ഥലങ്ങളുടെ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാക്കുമെന്ന് മന്ത്രിമാർ പറഞ്ഞു. വിദേശത്തുനിന്ന് മൃഗങ്ങളെ എത്തിക്കുവാനുള്ള നടപടികൾ ഉടൻ പൂർത്തിയാക്കുമെന്നും മന്ത്രിമാർ അറിയിച്ചു. വനംവകുപ്പിന്റെ കീഴിലുള്ള ആദ്യ മൃഗശാലയാണ് സുവോളജിക്കൽ പാർക്ക്. മൃഗങ്ങളുടെയും പക്ഷികളുടെയും സ്വാഭാവിക ആവാസ വ്യവസ്ഥ പുനഃസൃഷ്ടിച്ച് 350 ഏക്കർ സ്ഥലത്ത് 300 കോടി ചെലവിലാണ് സുവോളജിക്കൽ പാർക്ക് അണിഞ്ഞൊരുങ്ങുന്നത്. ഒരു വർഷം 30 ലക്ഷം പേർ സുവോളജിക്കൽ പാർക്ക് സന്ദർശിക്കുവാൻ എത്തുമെന്നാണ് അധികൃതർ കണക്കാക്കുന്നത്. പ്രശസ്ത ഓസ്ട്രേലിയൻ സൂ ഡിസൈനർ ജോൺ കോ ഡിസൈൻ ചെയ്ത സുവോളജിക്കൽ പാർക്കിൽ മൃഗങ്ങൾക്ക് അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്കനുസരിച്ച ഇടങ്ങളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. 23 ആവാസ ഇടങ്ങളാണ് സുവോളജിക്കൽ പാർക്കിൽ ഒരുക്കുന്നത്. പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ അതിന്റെ ആവാസ ഇടങ്ങളിൽ കൃത്യമായി താമസിക്കാനുള്ള മൃഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തി 2025 സിവിൽ വർക്കുകൾ പൂർത്തിയാക്കി 2025 മെയ് അവസാനത്തോടെ വിവിധങ്ങളായ ഇടങ്ങളിൽ നിന്ന് കൊണ്ടുവരേണ്ട മൃഗങ്ങളുടെ ട്രാൻസ്പോർട്ടേഷനും അവരുടെ ഇങ്ങോട്ട് എത്തിക്കലും പൂർണ്ണമാക്കി നമുക്ക് 2025 തന്നെ സകല സംവിധാനങ്ങളോടും കൂടി ഇത് തുറക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു പരിപാടിയിലേക്ക് പോകണം എന്നാണ് കരുതുന്നത്. എല്ലാ വിധത്തിലുള്ള കാടിന്റെ സൗരഭ്യവും പാരമ്പര്യവും അതിന്റെ കുളിർമയും നമുക്ക് കാണാൻ കഴിയുന്ന വിധത്തിലുള്ള സംവിധാനങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. എരുമപ്പെട്ടി കുണ്ടന്നൂർ ചുങ്കത്ത് വൻ കഞ്ചാവ് വേട്ട. ചരക്ക് വാഹനത്തിൽ കടത്തുകയായിരുന്ന ലക്ഷങ്ങൾ വിലമതിക്കുന്ന 80 കിലോഗ്രാമോളം കഞ്ചാവ് വടക്കാഞ്ചേരി പോലീസ് നടത്തിയ വാഹന പരിശോധനയിൽ പിടികൂടി. സംഭവത്തിൽ 3 തമിഴ്നാട് സ്വദേശികളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 2 പേർ പോലീസ് സംഘത്തെ കണ്ട് ഓടി രക്ഷപ്പെട്ടു. ധർമ്മപുരി സ്വദേശികളായ പൂവരശ്, മണി, ദിവിത്ത് എന്നിവരാണ് പിടിയിലായത്. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ കുണ്ടന്നൂർ ചുങ്കം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് സമീപം അർദ്ധരാത്രിയോടെയാണ് സംഭവം. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ലക്ഷങ്ങൾ വിലമതിക്കുന്ന കഞ്ചാവ് പിടികൂടാനായത്. 42ഓളം പൊതികളിലായി ടേപ്പ് ചുറ്റി ഒട്ടിച്ച നിലയിലാണ് കഞ്ചാവ് കടത്താൻ ശ്രമിച്ചത്. ഒഡീഷയിൽ നിന്നുമാണ് കഞ്ചാവ് എത്തിച്ചതെന്നാണ് സൂചന. ബൈക്കുകളിൽ തമിഴ്നാട്ടിൽ എത്തിച്ച കഞ്ചാവ് അവിടെ നിന്നും ചരക്ക് വാഹനങ്ങളിൽ കേരളത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ATM കവർച്ച മാതൃകയിൽ കഞ്ചാവ് കടത്തിന് പിന്നിലും വൻ റാക്കറ്റ് ഉണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത്. കുന്നംകുളം ACP CR സന്തോഷ്, വടക്കാഞ്ചേരി SHO റിജിൻ M തോമസ്, SIമാരായ TC അനുരാജ്, PV പ്രദീപ്, വിജേഷ്, CPMമാരായ അരുൺ, ബാബു, ഡാൻസ് ഓഫ് ടീം അംഗങ്ങൾ തുടങ്ങിയവർ കഞ്ചാവ് പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. കുന്നംകുളത്ത് നടക്കുന്ന റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ 506 പോയിന്റുമായി തൃശൂർ ഈസ്റ്റ് ഉപജില്ല കുതിക്കുകയാണ്. 489 പോയിന്റുമായി ഇരിഞ്ഞാലക്കുട ഉപജില്ല 2ാം സ്ഥാനത്തും 488 പോയിന്റുമായി ചാവക്കാട് ഉപജില്ല 3ാം സ്ഥാനത്തും തുടരുന്നു. കലോത്സവത്തിന്റെ 3ാം ദിനമായ ഇന്ന് വിവിധ വേദികളിലായി ഭരതനാട്യം, കുച്ചിപ്പുടി, തിരുവാതിരക്കളി, കേരള നടനം തുടങ്ങിയ മത്സരങ്ങൾ നടക്കും. സ്കൂൾ തലത്തിൽ 156 പോയിന്റ് നേടി പാവറട്ടി സെയിന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ 1ാം സ്ഥാനത്ത് തുടരുന്നു. 145 പോയിന്റുമായി മതിലകം സെയിന്റ് ജോസഫ് ഹൈസ്കൂൾ 2ാം സ്ഥാനത്തും തുടരുന്നു. കലോത്സവം നാളെ സമാപിക്കും. കലോത്സവ വേദിയിൽ നിന്നും കൂടുതൽ വിശേഷങ്ങളുമായി ശ്രീകേഷ് വെള്ളാനിക്കര ചേരുകയാണ്. ബൈജു ദേവസി റവന്യൂ ജില്ലാ കലോത്സവത്തിൻ്റെ കലാമത്സരങ്ങൾ കുന്നംകുളത്ത് തുടരുകയാണ്. ഏറെ ആവേശത്തോടെയാണ് മത്സരങ്ങൾ പുരോഗമിക്കുന്നത്. തൃശ്ശൂർ ഈസ്റ്റ് ഉപജില്ലയാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. എന്തായാലും ഈസ്റ്റ് ഉപജില്ലയുടെ ഒരു വലിയ മുന്നേറ്റം തന്നെയാണ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ കാണാനാകുന്നത്. 488 പോയിന്റുമായിട്ടാണ് തൃശ്ശൂർ ഉപജില്ല മുന്നിട്ട് നിൽക്കുന്നത്. ചാവക്കാട് ഉപജില്ലയാണ് 2ാം സ്ഥാനത്തുള്ളത്. 475 പോയിന്റുമായാണ് ചാവക്കാട് ഉപജില്ല 2ാം സ്ഥാനത്തുള്ളത്. ഇരിങ്ങാലക്കുട ഉപജില്ല
രാവിലെയാണ് ഇപ്പോൾ 3-ാം സ്ഥാനത്തുള്ളത്. 475 പോയിന്റുമായിട്ടാണ് ഇപ്പോൾ ഇരിങ്ങാലക്കുട ഉപജില്ല 3-ാം സ്ഥാനത്തുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ബദനി സ്കൂളിലെ വേദിയിലാണ്. വേദി 7. ഇവിടെ തിരുവാതിരക്കളി മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഇതേ വേദിയിൽ കേരള നടന മത്സരം അരങ്ങേറുന്നത്. പ്രധാന വേദിയായ തൃശ്ശൂർ ടൗൺ ഹാളിൽ, കുന്നംകുളം ടൗൺ ഹാളിൽ ഹൈസ്കൂൾ വിഭാഗം നാടക മത്സരം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മോണാക്ട് മത്സരം 2-ാം വേദിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. മാപ്പിളപ്പാട്ട്, ഭരതനാട്യം, ഹിന്ദി പ്രസംഗം, അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ഇത്തവണ ഗോത്രകലകൾ ഉൾപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം ഇരുള നൃത്തവും അതുപോലെ തന്നെ പണിയ നൃത്തവും അരങ്ങിലെത്തിയിരുന്നു. ഏറെ ആവേശകരമായി മാറിയിരുന്നു ഗോത്രകലകൾ. ഇന്ന് മംഗലം കളിയാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഹൈസ്കൂൾ വിഭാഗവും ഹയർ സെക്കൻഡറി വിഭാഗവും മംഗലം കളി മത്സരം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മലയപ്പുലയാട്ടവും പളിയ നൃത്തവും അരങ്ങേറും. എന്തായാലും ഏറെ ആവേശത്തോടെയാണ് കുന്നംകുളത്തിൻ്റെ മണ്ണിൽ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം നടന്നുകൊണ്ടിരിക്കുന്നത്. ബൈജു ദവസി. ശരി, ശ്രീകേഷാണ് വിവരങ്ങൾ നമുക്ക് നൽകിയത്. ഇരിഞ്ഞാലക്കുടയെ പിന്തള്ളിക്കൊണ്ട് 2-ാം സ്ഥാനത്തേക്ക് ചാവക്കാട് ഉപജില്ല എത്തിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ശ്രീകേഷ് ഇപ്പോൾ നൽകിയത്. എന്ന് തന്നെയായാലും കാത്തിരിക്കാം. നാളെയാണ് കലോത്സവ വേദിയിൽ തിരശ്ശീല വീഴുക, സമാപനമാവുക. ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി ഒന്നാമതെത്തുന്നത് ആരായിരിക്കും എന്നുള്ളതറിയാൻ ഒരു ദിവസത്തിന്റെ കാത്തിരിപ്പ് കൂടിയാണ് ഇനി അവശേഷിക്കുന്നത്. തൃശൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിലെ ഒപ്പനവേദി സന്തോഷത്തെക്കാളേറെ സങ്കടപ്പെടുത്തുന്ന കാഴ്ചകളാണ് സമ്മാനിച്ചത്. സമയം ഏറെ വൈകി നടന്ന ഒപ്പന മത്സരത്തിൽ ഭൂരിഭാഗം കുട്ടികളും ശ്വാസം ലഭിക്കാതെയും ശാരീരിക അവശതകൾ അനുഭവിച്ചും കുഴഞ്ഞു വീണു. ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 3-ാം നമ്പർ വേദിയിലാണ് ഒപ്പന മത്സരം നടന്നത്. അസമയത്ത് നടന്ന മത്സരത്തിനിടയിൽ മത്സരാർത്ഥികൾ കുഴഞ്ഞു വീണു. പലരും ശ്വാസം കിട്ടാതെ പിടഞ്ഞു. സ്റ്റേജിൽ നിന്ന് കുട്ടികളുടെ കരച്ചിലുയർന്നു. ആംബുലൻസുകൾ കുട്ടികളുമായി ആശുപത്രിയിലേക്ക് പാഞ്ഞു. പോലീസ് വാഹനങ്ങളിലും കുട്ടികളെ ആശുപത്രിയിലെത്തിച്ചു. വൈദ്യസഹായം നൽകേണ്ട മെഡിക്കൽ സംഘം സ്ഥലത്തുണ്ടായിരുന്നില്ല. സംഘാടക സമിതിയുടെ പിഴവ് പറയാതിരിക്കാൻ കഴിയില്ല. വേദിയുടെ അസൗകര്യവും മത്സരാർത്ഥികളെ ബുദ്ധിമുട്ടിച്ചു. മുമ്പുള്ള മത്സരങ്ങൾ തുടങ്ങാൻ സമയം വൈകിയതാണ് ഒപ്പന മത്സരത്തെ പ്രതികൂലമായി ബാധിച്ചത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് നടക്കേണ്ട UP വിഭാഗം ഒപ്പന മത്സരം ആരംഭിച്ചത് 5 മണിക്കാണ്. 3 മണിക്ക് നടക്കേണ്ട ഹൈസ്കൂൾ വിഭാഗം ഒപ്പന മത്സരം ആരംഭിച്ചതാകട്ടെ രാത്രി 9 മണിക്ക് ശേഷവും. ഇതോടെ ഒപ്പന മത്സരങ്ങൾ അവസാനിച്ചത് വെള്ളിയാഴ്ച പുലർച്ചെ 12:30. ഹൈസ്കൂൾ വിഭാഗത്തിലെ മത്സരാർത്ഥികളാണ് ഏറെ ദുരിതമനുഭവിച്ചത്. രാവിലെ മുതൽ മേക്കപ്പ് ചെയ്ത് ആടയാഭരണങ്ങൾ ധരിച്ച് കാത്തിരുന്ന കുട്ടികൾ രാത്രിയായപ്പോൾ തളർന്നു. അരപ്പട്ട ഉൾപ്പെടെയുള്ള ആഭരണങ്ങൾ വലിച്ചു മുറുക്കി കെട്ടിയതിനാൽ ശരിയായ രീതിയിൽ ശ്വാസം കിട്ടാത്തതാണ് കൂടുതൽ ബുദ്ധിമുട്ടിലാക്കിയത്. കൃത്യമായി വെള്ളവും ഭക്ഷണവും കഴിക്കാൻ പറ്റാത്തതും കുട്ടികളെ ക്ഷീണിപ്പിച്ചു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടികളിൽ ഓക്സിജന്റെ അളവ് കുറവായിരുന്നുവെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ചാവക്കാട് MRRM സ്കൂൾ ടീമിലെ 6 കുട്ടികളാണ് മത്സരം കഴിഞ്ഞയുടൻ കുഴഞ്ഞു വീണത്. ഇവരെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇത്രയും പ്രതിസന്ധികൾക്കിടയിലും മത്സരാർത്ഥികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ഇപ്പോൾ സമയം വെള്ളിയാഴ്ച പുലർച്ചെ 2 മണിയാണ്. വ്യാഴാഴ്ച വൈകിട്ട് 4 മണിക്ക് നടക്കേണ്ട കോൽക്കളി മത്സരമാണ് ഇപ്പോൾ വേദിമൂന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മത്സരങ്ങൾ കൃത്യമായ സമയത്ത് ആരംഭിക്കുവാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ സംഘാടകർ തയ്യാറാകണം. അല്ലെങ്കിൽ ആഘോഷമായി നടത്തേണ്ട കലോത്സവങ്ങൾ ദുരിതത്തിന്റെയും ദുഃഖത്തിന്റെയും വേദിയായി മാറും. കുറ്റപ്പെടുത്തിയതല്ല, പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചതാണ്. ഇബ്രാഹിം പഴുവൂരിനോടൊപ്പം റഷീദ് എരുമപ്പെട്ടി. മറ്റു വാർത്തകളിലേക്ക്. ഒല്ലൂർ CIയെ കുത്തിയ അനന്തുമാരിക്കെതിരെ 10 ക്രിമിനൽ കേസടക്കം 16ഓളം കേസുകൾ ഉള്ളതായി പോലീസ് പറഞ്ഞു. പുത്തൂരിൽ വഴിയാത്രക്കാരനെ ആക്രമിച്ച കേസിൽ പിടികൂടുവാൻ എത്തിയപ്പോഴാണ് അനന്തുമാരി പോലീസ് സംഘത്തെ ആക്രമിച്ചത്. വഴിയാത്രക്കാരനെ ആക്രമിച്ച ശേഷം അഞ്ചേരിയിലെ കോഴിഫാം പരിസരത്ത് പ്രതികൾ തമ്പടിച്ചതറിഞ്ഞാണ് പോലീസ് സംഘം എത്തിയത്. പോലീസിനെ കണ്ടയുടൻ അനന്തു കത്തിയെടുത്ത് ഭീഷണിപ്പെടുത്തി. CI ഫർഷാദും CPO വിനോദും ചേർന്ന് അനന്തുവിനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ CIയുടെ തോളിൽ 3 തവണ അനന്തു കുത്തി. ഒപ്പമുണ്ടായിരുന്ന CPO വിപിന് നേരെ കത്തി വീശിയതോടെ കൈക്ക് നേരിയ കോറലുണ്ടായി.
ഉടനെ CPO വിപിൻ തന്റെ കയ്യിലുണ്ടായിരുന്ന പെപ്പർ സ്പ്രേ അനന്തുവിന്റെ മുഖത്തടിച്ച് കീഴ്പ്പെടുത്തുകയായിരുന്നു. കൂടുതൽ പോലീസ് സംഘം എത്തിയാണ് അനന്തുവിനെ കസ്റ്റഡിയിൽ എടുത്തത്. സംഭവ സമയത്ത് 8 പേർ ഉണ്ടായിരുന്നുവെങ്കിലും 5 പേർ ഓടി രക്ഷപ്പെട്ടു. പ്രായപൂർത്തിയാകാത്ത 2 പേരെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. തോളത്ത് കുത്തേറ്റ CI ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. അനന്തുമാരിക്കെതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തു. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. മറ്റത്തൂർ മുപ്ലി പ്രദേശത്ത് കഴിഞ്ഞ രാത്രി കാട്ടാനകളിറങ്ങി വ്യാപകമായി വാഴകൃഷി നശിപ്പിച്ചു. താളുപാടം സ്വദേശി കളത്തിങ്ങൽ ഡേവിസ് മുപ്ലിയിലെ പാട്ടഭൂമിയിൽ കൃഷി ചെയ്ത 200ഓളം വാഴകളാണ് കഴിഞ്ഞ രാത്രി ആനക്കൂട്ടം നശിപ്പിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലും തുടർച്ചയായി ഇവിടെ കാട്ടാനയിറങ്ങി കൃഷി നശിപ്പിച്ചിരുന്നു. ഡേവിസ് കൃഷി ചെയ്തിട്ടുള്ള 2000ഓളം വാഴകളിൽ 600ഓളം വാഴകൾ ഇതുവരെ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു കഴിഞ്ഞു. ഇഞ്ചക്കുണ്ട പരുന്തുംപാറയിൽ ഈ കർഷകൻ കൃഷി ചെയ്ത വാഴകളും കാട്ടാനകൾ നശിപ്പിച്ചിരുന്നു. കാട്ടാനശല്യം പതിവായതോടെ പരുന്തുംപാറയിലെ കൃഷി ഡേവിസ് ഉപേക്ഷിക്കുകയായിരുന്നു. കാട്ടാനശല്യം മൂലം മേഖലയിൽ കൃഷി അസാധ്യമായ അവസ്ഥയാണെന്ന് കർഷകനായ ജോർജ് കൂനാമ്പുറത്ത് പറയുന്നു. ഞങ്ങളുടെ ഉപജീവനമാർഗം ഇതാണ്. ഈ ആനയുടെ ശല്യം കാരണം ഞങ്ങൾ നിരന്തരം ബുദ്ധിമുട്ടുകയാണ്. ഇത്തരം അവസ്ഥയിൽ ഞങ്ങൾ സോളാർ ഫെൻസിങ് ഞങ്ങളുടെ സ്വന്തം ചെലവിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിനൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരം മേഖലകളിലേക്ക് ആനകൾ ഇറങ്ങി വരുന്നത്. വന്യജീവികൾ കൃഷി നശിപ്പിക്കുന്ന സംഭവങ്ങളുണ്ടായാൽ ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് പോകുന്നതല്ലാതെ പ്രതിരോധ നടപടികളൊന്നും ഉണ്ടാകുന്നില്ലെന്ന് പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ പറഞ്ഞു. ഇത് 6ഓളം തവണയാണ് ഇപ്പോൾ ആനകൾ ഇവിടെ ഇറങ്ങി ഈ വാഴകളെല്ലാം നശിപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ദുരന്തമായി മാറിയിരിക്കുന്ന ഒരു വാഴത്തോട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുക. ഇവിടെ ജനങ്ങളുടെ ദുരിതങ്ങൾ ചോദിച്ചറിയാനോ അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ചെയ്യാനോ സർക്കാരുകൾ ഒരു തരത്തിലും ഇടപെടുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ കർഷകർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. 10,000-കണക്കിന് കർഷകരാണ് മലയോര മേഖലകളിൽ താമസിക്കുന്നവരാണ് ഇവിടെ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ നിൽക്കുന്നത്. ഇവിടെ ഉദ്യോഗസ്ഥരടക്കം കൈമലർത്തിക്കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ആരോടാണ് പരാതി പറയുക? ഇതിന് വലിയൊരു ഇടപെടല് ഇവിടെ സർക്കാരിന്റെയും ഇവിടെ ജനപ്രതിനിധികൾ MLAയുടെയും MP-യുടെയും നേതൃത്വത്തിൽ ഉണ്ടാവണം. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടപടികൾ ഇല്ലാത്തതിനാൽ ഒന്നും ചെയ്യാനാകാതെ നിസ്സഹായരായി നിൽക്കുകയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. കർഷകരുടെ ദുരിതം പരിഹരിക്കാൻ MLAയും MP-യും ഗൌരവമായി ഇടപെടണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, കൊടകര. പെരിഞ്ഞനത്ത് കുഴിമന്തിയിൽ നിന്ന് ഭക്ഷ്യവിഷബാധയേറ്റ് വീട്ടമ്മ മരിച്ച സംഭവത്തിൽ പാചകക്കാരനെ അറസ്റ്റ് ചെയ്തു. പെരിഞ്ഞനത്തെ സെയിൻ ഹോട്ടലിലെ കുഴിമന്തി പാചകം ചെയ്ത വെസ്റ്റ് ബംഗാൾ സ്വദേശി മജ്ഹാർ ആലമിനെയാണ് കൈപ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ ഈ കേസുമായി ബന്ധപ്പെട്ട പിടിയിലായവരുടെ എണ്ണം 3ആയി. ഹോട്ടൽ നടത്തിപ്പുകാരായ റഫീഖ്, അസ്ഫീർ എന്നിവരെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇക്കഴിഞ്ഞ മെയ് 23-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. പെരിഞ്ഞനം കുറ്റിലക്കടവ് രായമരക്കാർ വീട്ടിൽ ഉസൈബയാണ് വിഷബാധയേറ്റ് മരിച്ചത്. 250ഓളം പേർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. സംഭവത്തിന് ശേഷം പോലീസും ആരോഗ്യ വിഭാഗവും ചേർന്ന് ഹോട്ടൽ അടപ്പിക്കുകയും നടത്തിപ്പുകാർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. കൈപ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ M. ഷാജഹാൻ, SI-മാരായ സൂരജ്, ജെയ്സൺ, ബിജു, ജ്യോതിഷ് എന്നിവർ ചേർന്നാണ് മജ്ഹർ ആലത്തെ എറണാകുളത്ത് നിന്ന് അറസ്റ്റ് ചെയ്തത്. ഇയാളെ കോടതി റിമാൻഡ് ചെയ്തു. വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ വായനശാലയുടെ പഴയ കെട്ടിടം പൊളിച്ചു മാറ്റുന്നു. പബ്ലിക് ലൈബ്രറിക്ക് നവതി സമ്മാനമായി പുതിയ കെട്ടിടത്തിനായി ലൈബ്രറി അംഗം കൂടിയായ സേവ്യർ ചിറ്റിലപ്പള്ളി MLAയാണ് ആസ്തി വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ അനുവദിച്ചത്. നിലവിലെ കെട്ടിടത്തിന് 75 വർഷത്തെ പഴക്കമുണ്ട്. ജീർണാവസ്ഥയിലായതിനെ തുടർന്ന് പഴയ കെട്ടിടം സുരക്ഷിതമല്ലെന്ന പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗത്തിന്റെ പരിശോധനാ റിപ്പോർട്ടിനെ തുടർന്ന് വർഷങ്ങളായി ഉപയോഗിക്കുന്നില്ല. കേരളവർമ്മ ലൈബ്രറിക്ക് A+ ഗ്രേഡ് ഉണ്ട്. ലൈബ്രറി കൗൺസിലിന്റെ EMS പുരസ്കാരം ലഭിച്ച ജില്ലയിലെ ഏക വായനശാലയാണ് ശ്രീ കേരളവർമ്മ. നഗരസഭയ്ക്കാണ് നിർമ്മാണ നിർവഹണ ചുമതല. കെട്ടിട നിർമ്മാണത്തിന് തുക അനുവദിച്ച സേവ്യർ ചിറ്റിലപ്പള്ളിയെ ലൈബ്രറി ഭരണസമിതി യോഗം അനുമോദിച്ചു. പ്ലാസ്റ്റിക് വർജന പ്രവർത്തനങ്ങളിൽ അടുത്ത പടി കടന്ന് ജയിലിലെ ഫ്രീഡം ചപ്പാത്തി. 12 വർഷത്തോളം 2 രൂപ നിരക്കിൽ വിൽപ്പന നടത്തിയിരുന്ന ജയിലിലെ ഫ്രീഡം ഫുഡ് ഉൽപ്പന്നമായ ചപ്പാത്തി 2 ആഴ്ച മുൻപാണ് 3 രൂപയാക്കി വർദ്ധിപ്പിച്ചത്. 10 എണ്ണം വീതം പ്ലാസ്റ്റിക് കവറുകളിൽ പാക്ക് ചെയ്തിരുന്നത് 20 എണ്ണം വീതമാക്കി പാക്ക് ചെയ്ത് പ്രതിദിനം 500-ലധികം കവറുകൾ ലാഭിച്ചിരുന്നു. പ്ലാസ്റ്റിക് കവറിന്റെ ചിലവ് 2.30 രൂപയായിരുന്നു. ഇതോടെ ചപ്പാത്തി വില വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ പ്ലാസ്റ്റിക് വർജനം ലക്ഷ്യം വെച്ച് ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള പേപ്പർ കവറിലാണ് ചപ്പാത്തി പാക്ക് ചെയ്യുന്നത്. കവറിന്റെ വില ഇരട്ടിയാണെങ്കിലും പ്രകൃതി സൗഹൃദ പാക്കിംഗ് ശീലമാക്കുവാനാണ് ജയിൽ വകുപ്പിന്റെ തീരുമാനം.
പുന്നയൂർ കുരഞ്ഞിയൂരിൽ പ്രവർത്തനം നിലച്ച PJ അഗ്രോ ഫുഡ്സ് എന്ന സ്ഥാപനത്തിൽ സീൽ ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്ന കെമിക്കലും സംസ്കരിച്ച ഭക്ഷ്യവസ്തുക്കളും നിർവീര്യമാക്കുവാൻ നടപടിയെടുക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. SBI ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ പുന്നയൂർ പഞ്ചായത്ത് സെക്രട്ടറിയും മലിനീകരണ നിയന്ത്രണ ബോർഡ് പരിസ്ഥിതി എഞ്ചിനീയറും സംയുക്തമായി നടപടി സ്വീകരിക്കണമെന്ന് കമ്മീഷൻ ഉത്തരവിട്ടു. ജില്ലാ കളക്ടർ, പുന്നയൂർ പഞ്ചായത്ത് സെക്രട്ടറി, മലിനീകരണ നിയന്ത്രണ ബോർഡ് എന്നിവർക്കാണ് കമ്മീഷൻ അംഗം VK ബീനാകുമാരി ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയത്. ദേശീയപാത കൊരട്ടി ചിറങ്ങര അടിപ്പാത നിർമ്മാണ വിഷയത്തിൽ ഇനിയും വ്യക്തമായ ധാരണ കൈവന്നിട്ടില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചുകൂട്ടിയ സർവകക്ഷി യോഗം സമവായമാകാതെ പിരിഞ്ഞു. ദേശീയപാതകളിൽ നടക്കുന്ന അടിപ്പാത നിർമ്മാണത്തിന്റെ മാനദണ്ഡങ്ങൾ അധികൃതർ വിശദീകരിക്കുകയും വിവിധ കക്ഷി നേതാക്കൾ തങ്ങളുടെ ആവശ്യങ്ങൾ യോഗത്തിൽ ഉന്നയിക്കുകയുമായിരുന്നു. എന്നാൽ പ്രോജക്ട് ഡയറക്ടർ എത്താതിരുന്ന യോഗം BJP ബഹിഷ്കരിച്ചു. വ്യക്തമായ ഉറപ്പ് ലഭിക്കാതെ അടിപ്പാത നിർമ്മാണം നടത്താൻ അനുവദിക്കില്ലെന്ന് നേതാക്കൾ പറഞ്ഞു. 4.5 മീറ്റർ ഉയരവും 12 മീറ്റർ വീതിയുമുള്ള ലൈറ്റ് വെഹിക്കിൾ അണ്ടർപാസാണ് ചിറങ്ങരയിൽ നിർമ്മിക്കുന്നതെന്ന് ഡെപ്യൂട്ടി ഡയറക്ടർ ബിജു യോഗത്തിൽ വിശദീകരിച്ചു. അടിപ്പാതയ്ക്ക് ബെൽമൌത്ത് ഇപ്പോഴില്ലെന്നും വലിയ വാഹനങ്ങൾക്ക് സഞ്ചരിക്കുവാൻ കഴിയാതെ വന്നാൽ ഇത് പരിഗണിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ പഞ്ചായത്ത് അധികൃതർ അടിപ്പാത നിർമ്മാണത്തിന്റെ പൊതുവെയുള്ള മാനദണ്ഡങ്ങൾ അംഗീകരിക്കാൻ സന്നദ്ധമാണെന്ന് അറിയിച്ചു. അതേസമയം അടിപ്പാത നിർമ്മാണം എന്ന് തുടങ്ങുമെന്നോ ഏത് രീതിയിലായിരിക്കുമെന്നോ മറ്റുമുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ഇനിയും വന്നിട്ടില്ല. തൃശൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ 13ാമത് തൃശൂർ വാക്കത്തോൺ ഞായറാഴ്ച സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഗ്രീൻ വേൾഡ് ക്ലീൻ വേൾഡ് എന്ന സന്ദേശം ഉയർത്തി ഞായറാഴ്ച രാവിലെ 6:30 പാലസ് ഗ്രൗണ്ടിൽ നിന്നും ആരംഭിക്കുന്ന വാക്കത്തോൺ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. വാക്കത്തോൺ പാലസ് റോഡ്, സ്വരാജ് റൗണ്ട്, MG റോഡ്, പടിഞ്ഞാറക്കോട്ട, ഒളരി വഴി വാക്കത്തോൺ എൽത്തുരുത്ത് സെന്റ് അലോഷ്യസ് കോളേജിൽ സമാപിക്കും. തുടർന്ന് നടക്കുന്ന സമാപന സമ്മേളനം P. ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. വാക്കത്തോണിൽ പങ്കെടുക്കുന്നവർക്ക് ആവശ്യമായ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയതായും മടക്കയാത്രയ്ക്ക് വാഹന സൗകര്യം ഏർപ്പെടുത്തിയതായും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ വാക്കത്തോൺ ചെയർമാൻ വർഗീസ് മാളിയേക്കൽ, ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി സോളി തോമസ്, വാക്കത്തോൺ ജനറൽ കൺവീനർ ടോഫി നെല്ലിശ്ശേരി, ഷാജു തെക്കൂടൻ, ജോസ് പുതുക്കാടൻ എന്നിവർ പങ്കെടുത്തു. തൃശൂർ കെന്നൽ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ ശ്വാന പ്രദർശനവും പ്രഥമ പെറ്റ് ഫാഷൻ ഷോയും ഞായറാഴ്ച തൃശൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഞായറാഴ്ച തോപ്പ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിന്നും ആരംഭിക്കുന്ന ശ്വാന പ്രദർശനത്തിൽ 30ഓളം വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ഗോൾഡൻ റിട്രീവർ, ലാബ്രഡോർ, സൈബീരിയൻ ഹസ്കി, അമേരിക്കൻ ബുള്ളി, ജർമ്മൻ ഷെപ്പേർഡ്, രാജപാളയം, ഫ്രഞ്ച് ബുൾഡോഗ്, ബ്രിട്ടീഷ് ബുൾഡോഗ്, റോട്ട് വീലർ തുടങ്ങി 500-ൽ പരം സ്വദേശിയും വിദേശിയുമായ ശ്വാനന്മാർ പങ്കെടുക്കും. ഇതോടൊപ്പം കേരളത്തിൽ ആദ്യമായി നടത്തപ്പെടുന്ന പെറ്റ് ഫാഷൻ ഷോയും ഉണ്ടാകും. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് ജോൺ പോൾ നെല്ലങ്കര, സെക്രട്ടറി CI മാർട്ടിൻ, ട്രഷറർ സോജൻ P. ജോൺ, മെമ്പർ K. സുനിൽകുമാർ, ഷോ ഡയറക്ടർ പിൻഡോ എന്നിവർ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് FSETOയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. PFRDA നിയമം പിൻവലിക്കുക, നിർവചിക്കപ്പെട്ട ആനുകൂല്യം ഉറപ്പാക്കുന്ന പഴയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക, ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, വിലക്കയറ്റം തടയുക, വർഗീയതയെ ചെറുക്കുക, കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധം അവസാനിപ്പിക്കുക, 2020 ദേശീയ വിദ്യാഭ്യാസ നയം ഉപേക്ഷിക്കുക, സർവകലാശാലയുടെ ജനാധിപത്യ അവകാശം സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും. NGO യൂണിയൻ സംസ്ഥാന ട്രഷറർ VK ഷീജ ധർണ ഉദ്ഘാടനം ചെയ്തു. FSETO ജില്ലാ പ്രസിഡന്റ് സാജൻ ഇഗ്നേഷ്യസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി നന്ദകുമാർ, KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് CA നസീർ, NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി P. വരദൻ, KGOA ജില്ലാ സെക്രട്ടറി സുരേഷ് ദാമോദരൻ, KGNA സംസ്ഥാന ട്രഷറർ NB സുധീഷ് കുമാർ, കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ നേതാവ് CV ഡെന്നി തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ 2 പേരെ വധശ്രമ കേസിൽ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. കൂളിമുട്ടം ഭജനമഠം സ്വദേശികളായ ഇരയാംപുരയ്ക്കൽ രാഹുൽ രാജ്, കൂരാമ്പുറത്ത് വീട്ടിൽ അഖിൽ എന്നിവരെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. നവംബർ 7-നാണ് കേസിനാസ്പദമായ സംഭവം. രാഹുൽ രാജിന്റെ ബന്ധുവും അയൽവാസിയുമായ ഇളയരാംപുരയ്ക്കൽ പ്രശോഭിനെയാണ് ഇവർ സംഘം ചേർന്ന് ആക്രമിച്ചത്. മതിലകം പോലീസ് ഇൻസ്പെക്ടർ MK ഷാജി, SIമാരായ രമ്യ കാർത്തികേയൻ, മുഹമ്മദ് റാഫി, ജിംബിൾ, സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ മുഹമ്മദ് റാഫി, CPOമാരായ ആന്റണി, വിപിൻ ദാസ്, സബീഷ്, ഷിഹാബ് എന്നിവർ പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. PR അരവിന്ദാക്ഷനെ കൗൺസിൽ യോഗത്തിൽ പങ്കെടുപ്പിച്ചതിനെതിരെ വടക്കാഞ്ചേരി നഗരസഭാ യോഗം പ്രതിപക്ഷം ബഹിഷ്കരിച്ചു.
അയോഗ്യനായ വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ PR അരവിന്ദാക്ഷനെ പങ്കെടുപ്പിച്ച് നഗരസഭാ യോഗം നടത്തിയ ചെയർമാൻ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. മുനിസിപ്പൽ ആക്ടിനെതിരെ പ്രവർത്തിച്ച ചെയർമാനും സെക്രട്ടറിക്കുമെതിരെ ഭരണഘടനയെ അപമാനിച്ചതിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് യോഗത്തിൽ വിയോജനക്കുറിപ്പ് നൽകി പ്രതിപക്ഷം യോഗം ബഹിഷ്കരിച്ചു. പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ നേതൃത്വം നൽകി. അയാൾ 6 മാസം ലീവിന് അപേക്ഷിച്ചു. ആ ലീവ് കഴിഞ്ഞ് 6 മാസത്തിൽ കൂടുതലായിപ്പോൾ ഒരു 6 മാസം ലീവ് അനുവദിച്ച വ്യക്തി പിന്നീട് ലീവ് നീട്ടണമെങ്കിൽ അയാൾ ആ കൗൺസിൽ യോഗത്തിൽ ഹാജരായിട്ട് വേണം അപേക്ഷ വയ്ക്കാൻ. അതാണ് മുനിസിപ്പൽ ആക്ടിൽ പറയുന്നത്. പക്ഷേ അത് ഹാജരാവാതെ 6 മാസത്തിലധികമായി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും ജനറൽ കൗൺസിലും പങ്കെടുക്കാത്ത ഒരാൾ 3 മാസം കഴിഞ്ഞാൽ തന്നെ അയോഗ്യനാണ്. അരവിന്ദാക്ഷനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇവിടെ കത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇതുവരെ സെക്രട്ടറി രാഷ്ട്രീയ പ്രേരിതമായി ഇയാൾക്കെതിരെ നടപടി എടുത്തിട്ടില്ല. ഇനി റവന്യൂ ജില്ലാ കലോത്സവ വാർത്തകളിലേക്ക്. അച്ഛൻ പരിശീലകനായി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത 3 ഇനങ്ങളിലും 1ാം സ്ഥാനം നേടി വേദ വി ദിലീപ്. ആരുടെ മുദ്ര ഇതാരുടെ ചോര ആരുടെ അനാഥമാം മുറവിളി ആരുടെ നിലയ്ക്കാത്ത നിലവിളി അച്ഛന്റെ തീമൊഴി അമ്മയുടെ തേൻമൊഴി. അച്ഛൻ ഗുരുവായപ്പോൾ പങ്കെടുത്ത 3 ഇനങ്ങളിലും 1ാം സ്ഥാനം നേടി അച്ഛന് ഗുരുദക്ഷിണയായി വിജയം സമ്മാനിച്ചിരിക്കുകയാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിനി വേദ വി ദിലീപ്. ഹയർ സെക്കൻഡറി വിഭാഗം ശാസ്ത്രീയ സംഗീതം, മലയാളം പദ്യം ചൊല്ലൽ, സംസ്കൃതം പദ്യം ചൊല്ലൽ എന്നീ 3 ഇനങ്ങളിൽ 1ാം സ്ഥാനം നേടിയാണ് വേദ കലോത്സവ വേദിയിലെ മിന്നും താരമായി മാറിയത്. മന്മഥ വിക്രമാണാം ലോലംബ കമ്പളിത കോമള പുഷ്പപൂർണം ശ്രീമന്ദമേശ വിപിനാന്തമഗാൻ മുകുന്ദ. മുമ്പത്തെ 2 വർഷങ്ങളിൽ ശാസ്ത്രീയ സംഗീതത്തിന് എനിക്ക് സംസ്ഥാന തലത്തിൽ പോയി A ഗ്രേഡ് വാങ്ങിക്കാൻ പറ്റി. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു മലയാള പദ്യത്തിനും സംസ്കൃത പദ്യത്തിനും ഒരിക്കലെങ്കിലും സ്റ്റേറ്റിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇക്കൊല്ലം അതിനെനിക്ക് സാധിച്ചു. എനിക്കതിൽ വളരെയധികം സന്തോഷമുണ്ട്. തമിഴ്നാട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ മ്യൂസിക് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും ആകാശവാണി A ഗ്രേഡ് ആർട്ടിസ്റ്റുമായ സംഗീതജ്ഞൻ VR ദിലീപ് കുമാറാണ് വേദയെ സംഗീതം അഭ്യസിപ്പിക്കുന്നത്. ശ്രീകൃഷ്ണ സ്കൂളിലെ തന്നെ അധ്യാപികയായ അമ്മ ഹീരയും എല്ലാ പിന്തുണയുമായി കൂടെയുണ്ട്. ആർച്ചയുടെ ഉറുമിമൊഴി ചെറുമന്റെ കനൽ മൊഴി പഴശ്ശി പെരുമ്പടപ്പൂരിൻ നിറമൊഴി കുഞ്ഞാലി വാൾമൊഴി തച്ചോളി തുടിമൊഴി. ശാസ്ത്രീയ സംഗീതത്തിൽ തുടർച്ചയായ 3ാം തവണയും ജില്ലാ കലോത്സവത്തിൽ 1ാം സ്ഥാനം നേടിയ വേദ വി ദിലീപ് കഴിഞ്ഞ 2 തവണയും സംസ്ഥാന കലോത്സവത്തിലും മാറ്റുരച്ചിട്ടുണ്ട്. പരലോകസാധനമേ മനസ പരലോകസാധനമേ മനസ പരലോക സാധനമേ മനസ പരലോകസാധനമേ മനസ. അച്ഛൻ്റെ പരിശീലന മികവിലും ഈ ആലാപനത്തിലെ പ്രത്യേക ശൈലി കൊണ്ടും മാധുര്യം കൊണ്ട് തന്നെയാണ് വേദ വി ദിലീപിന് പങ്കെടുത്ത 3 ഇനങ്ങളിലും 1ാം സ്ഥാനം നേടാനായത്. അങ്ങനെ ഹാട്രിക് വിജയത്തോടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്ക് മാറ്റുരയ്ക്കാൻ ഒരുങ്ങുകയാണ് ഈ കലാപ്രതിഭ. ക്യാമറമാൻ ആഷിഖ് വേലൂരിനോടൊപ്പം ശ്രീകേഷ് വെള്ളാൻകിര, TCV ന്യൂസ്. മലയാള പ്രസംഗത്തിൽ ഹാട്രിക് വിജയം നേടി ഹൃതിക ധനഞ്ജയൻ. ചാവക്കാട് മമ്മിയൂർ LF CGHSSലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. നവമാധ്യമങ്ങളും പഠനകാലവും എന്ന വിഷയത്തിൽ സംസാരിച്ചാണ് ഇത്തവണ 1ാം സമ്മാനം നേടിയത്. കഴിഞ്ഞ മാസം ആലപ്പുഴയിൽ നടന്ന സംസ്ഥാന ശാസ്ത്രോത്സവം പ്രസംഗ മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയിരുന്നു. കഴിഞ്ഞ 2 വർഷമായി സംസ്ഥാന സ്കൂൾ കലോത്സവം പ്രസംഗ മത്സരത്തിൽ A ഗ്രേഡ് നേടിയിട്ടുണ്ട്. പ്രഭാഷകനും മാധ്യമപ്രവർത്തകനുമായ KC ശിവദാസാണ് ഗുരു. ചാവക്കാട് മണത്തല ആലുങ്ങൽ ധനഞ്ജയന്റെയും തളിക്കുളം ടാഗോർ സ്കൂൾ അധ്യാപിക KS സുരഭിയുടെയും മകളാണ്. പ്രസംഗത്തിന് പുറമെ കഥാരചന, കവിതാരചന, വാർത്താവായന, ക്വിസ് എന്നിവയിലും സമ്മാനം നേടിയിട്ടുണ്ട്. തലസ്ഥാന നഗരിയിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 1ാം സ്ഥാനം നേടാമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഈ മിടുക്കി.
ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഇദം പ്രഥമമായ ഇരുള നൃത്തത്തിൽ ചുവടുപിഴയ്ക്കാതെ ചെറുവാളൂർ നായർ സമാജം ഹൈസ്കൂൾ. ഹൈസ്കൂൾ തലത്തിൽ ചാലക്കുടി ഉപജില്ലയിലെ ചെറുവാളൂർ നായർ സമാജം ഹൈസ്കൂൾ ഒന്നാം സ്ഥാനം നേടി. 7 പെൺകുട്ടികളും 5 ആൺകുട്ടികളും അടക്കം 12 പേരാണ് സംഘത്തിലുണ്ടായിരുന്നത്. NB അഥർവിന്റെ പാട്ടിനൊപ്പം ബാക്കിയുള്ളവർ ചുവടുവെച്ചു. പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി വനമേഖലയിലെ ഇരുള സമുദായക്കാരുടെ പാരമ്പര്യ വേഷത്തിലായിരുന്നു മത്സരാർത്ഥികൾ. ഇരുള സമുദായക്കാർ വിളവെടുപ്പ്, വിവാഹം, ജനനം, മരണം തുടങ്ങി പ്രധാന വേദികളിലെല്ലാം അവതരിപ്പിക്കുന്ന പാരമ്പര്യ കലാരൂപമാണ് ഇരുള നൃത്തം. തുകൽ, മുള എന്നിവ കൊണ്ട് നിർമ്മിച്ച വാദ്യങ്ങളുടെ താളത്തിനും ഈണത്തിനുമൊത്ത നൃത്തം കലോത്സവ വേദിക്ക് പുതുമയായിരുന്നു. ഇത്തവണ മുതലാണ് ഗോത്രകലകളിൽ ഉൾപ്പെടുത്തി ഇരുള നൃത്തം മത്സര രംഗത്തെത്തിയത്. വനമേഖലയോട് ചേർന്ന പ്രദേശത്തുള്ള വിദ്യാർത്ഥികളാണെങ്കിലും ഇരുള നൃത്തം കേട്ടുകേൾവി മാത്രമായിരുന്നു. ഇതേ തുടർന്ന് നൃത്തം അഭ്യസിക്കാൻ അട്ടപ്പാടിയിലെ ഇരുള വിഭാഗത്തെ സമീപിച്ചു. അട്ടപ്പാടി സ്വദേശികളായ R. മുരുകൻ, C. മുരുകേശൻ എന്നിവരെത്തി വിദ്യാർത്ഥികളെ പരിശീലിപ്പിച്ചെടുത്തു. 3 ദിവസം സ്കൂളിൽ താമസിച്ചാണ് പരിശീലനം നൽകിയതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. സബ് ജില്ലയിൽ പോകാനായിട്ട് 3 ദിവസം കൊണ്ടാണ് പഠിച്ചത്. അവർ അട്ടപ്പാടിയിൽ നിന്ന് ഇതിന്റെ ആൾക്കാർ വന്നാണ് ഞങ്ങൾ പഠിപ്പിച്ചത്. 3 ദിവസം അവര് സ്കൂളിൽ നിന്ന് ഒക്കെയാണ് പഠിപ്പിച്ചത്. അത് കഴിഞ്ഞ് അവർ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങള് പ്രാക്ടീസ് ചെയ്യായിരുന്നു. പിന്നെ ഞങ്ങൾ ഇതിനെ കുറിച്ച് കുറെ അന്വേഷിച്ചു. ഇവരെ വസ്ത്രം എങ്ങനെയാണ്, ഇവര് ഇതിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു. തീരെ വിചാരിച്ചില്ല ഇതൊക്കെ ജയിക്കുന്നു. നൃത്തത്തിനാവശ്യമായ പെറെ, ദവിൽ, ജാൽറ, ഗൊഗാൽ എന്നീ വാദ്യോപകരണങ്ങൾ പരിശീലകർ അട്ടപ്പാടിയിൽ നിന്ന് കൊണ്ടുവന്നു. ഇരുള ഭാഷയ്ക്ക് ലിപിയില്ലാത്തതിനാൽ വാമൊഴിയിലൂടെയാണ് വിദ്യാർത്ഥികളെ പരിശീലിപ്പിച്ചെടുത്തതെന്ന് പരിശീലകർ പറഞ്ഞു. ഇത് എഴുതി കൊടുത്തവർക്ക് എഴുതാനും അറിയില്ല, എഴുതി പഠിക്കാനും പറ്റാത്ത ഒരു ഭാഷയാണ് നമ്മുടെ ഇരുള ഭാഷ. അതുകൊണ്ട് അവർക്ക് നമ്മൾ പകർന്നു കൊടുത്തു, ഇത് പാട്ട് ഇങ്ങനെ പാടണം. നമ്മൾ പാടിക്കൊടുക്കുമ്പോൾ അവര് അതുപോലെ തന്നെ ചെയ്തു. അവരുടെ ഭാഷയിൽ നിന്ന് നമ്മുടെ ഭാഷയിലേക്ക് മാറിയത് കൊണ്ടാണ് അവര് ഈ പാട്ടും ഡാൻസും ചെയ്തിട്ട് ഇപ്പോ വിജയിച്ചിരിക്കുന്നത്. ആകെ മത്സരിച്ച 10 ടീമുകളെ പിന്തള്ളിയാണ് ചെറുവാളൂർ നായർ സമാജം ഹൈസ്കൂൾ സംസ്ഥാന തലത്തിലേക്ക് എത്തിയത്. ഈ പരിശീലകർ അഭ്യസിപ്പിച്ച 4 ജില്ലകളിൽ നിന്നുള്ള മത്സരാർത്ഥികളാണ് സംസ്ഥാന തലത്തിൽ ഇരുള നൃത്തത്തിൽ പങ്കെടുക്കുന്നത്. സംസ്ഥാന കലോത്സവത്തിൽ ഇത്തവണയും തൃശൂരിനായി നങ്ങ്യാർകൂത്തിൽ അരങ്ങിലെത്തുക നന്ദനയാണ്. കുന്നംകുളം ജില്ലാ കലോത്സവത്തിലെ മിന്നും പ്രകടനത്തിലൂടെ A ഗ്രേഡോടെ 1ാം സ്ഥാനം നേടിയാണ് ഹൈസ്കൂൾ വിഭാഗം നങ്ങ്യാർകൂത്തിൽ നന്ദന തലസ്ഥാന നഗരിയിൽ അരങ്ങേറുന്ന സംസ്ഥാന കലോത്സവത്തിലേക്ക് യോഗ്യത നേടിയത്. തൃശൂർ സേക്രഡ് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ നന്ദന കഴിഞ്ഞ തവണയും സംസ്ഥാനതലത്തിൽ മാറ്ററിയിച്ച് A ഗ്രേഡ് നേടിയിരുന്നു. അന്ന് ജില്ലയിൽ A ഗ്രേഡ് നേടിയെങ്കിലും മാർക്ക് അടിസ്ഥാനത്തിൽ 2ാമതായ നന്ദന അപ്പീലിലൂടെ സംസ്ഥാന വേദിയിലെത്തിയാണ് മികച്ച നേട്ടം കരസ്ഥമാക്കിയത്. ഇക്കുറിയും ജില്ലയ്ക്കായി മികച്ച പ്രകടനം നടത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് നന്ദന. തൃശൂർ പൂങ്കുന്നം സ്വദേശികളായ രാജേഷിന്റെയും അധ്യാപികയായ രാഗിയുടെയും മകളാണ് ഈ കുട്ടിക്കലാകാരി. ഓട്ടൻതുള്ളലിൽ അഭിഷേകിന് ഹാട്രിക് നേട്ടം. ജില്ലാ കലോത്സവത്തിന്റെ 2ാം ദിനത്തിൽ അരങ്ങേറിയ ഹയർ സെക്കൻഡറി വിഭാഗം ഓട്ടൻതുള്ളലിൽ A ഗ്രേഡോടെ 1ാം സ്ഥാനം നേടിയാണ് അഭിഷേക് തലസ്ഥാന നഗരിയിലേക്ക് ടിക്കറ്റ് ഉറപ്പിച്ചത്. ഇതോടെ തുടർച്ചയായി 3ാം തവണയാണ് അഭിഷേക് സംസ്ഥാന കലോത്സവത്തിൽ തുള്ളലിൽ മാറ്ററിയിക്കാൻ ഒരുങ്ങുന്നത്. മുൻപ് 2 തവണയും ഹൈസ്കൂൾ വിഭാഗം ഓട്ടൻതുള്ളലിലാണ് സംസ്ഥാന തലത്തിൽ അഭിഷേക് മാറ്ററിയിച്ചത്. അന്നെല്ലാം A ഗ്രേഡും സ്വന്തമാക്കിയിരുന്നു. കലാമണ്ഡലം ഉണ്ണിമായയാണ് തുള്ളലിലെ അഭിഷേകിന്റെ ഗുരു. ഇക്കുറി മത്സരിച്ച ഇനങ്ങളിലെല്ലാം മികച്ച പ്രകടനമാണ് ഈ കലാകാരൻ നടത്തിയത്. നാടോടി നൃത്തത്തിൽ ഫസ്റ്റ് A ഗ്രേഡ് സ്വന്തമാക്കിയ അഭിഷേക് സംസ്ഥാന തലത്തിലേക്ക് യോഗ്യത നേടിയിരുന്നു. കഴിഞ്ഞ തവണയും നാടോടി നൃത്തത്തിൽ സംസ്ഥാന വേദിയിലെത്തിയ അഭിഷേക് A ഗ്രേഡ് സ്വന്തമാക്കി ജില്ലയ്ക്ക് അഭിമാനമായി മാറിയിരുന്നു. നൃത്താധ്യാപിക പോലുമല്ലാത്ത അമ്മ ലിഷയാണ് നാടോടി നൃത്തത്തിലെ അഭിഷേകിന്റെ ഗുരു എന്നതും ശ്രദ്ധേയമാണ്. ഇവയ്ക്ക് പുറമെ ഇക്കുറി സംഘഗാനത്തിലും മത്സരിച്ച അഭിഷേക് A ഗ്രേഡും നേടി. മുല്ലശ്ശേരി ഉപജില്ലയെ പ്രതിനിധീകരിച്ചെത്തിയ അഭിഷേക് പാവറട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 കോമേഴ്സ് വിദ്യാർത്ഥിയാണ്. മറ്റു വാർത്തകളിലേക്ക്. YWCA ഓഫ് ഇന്ത്യ സൗത്ത് വെസ്റ്റ് റീജിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ദേശീയ സെമിനാർ ശനി ഞായർ ദിവസങ്ങളിലായി തൃശൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു.
ശനിയാഴ്ച രാവിലെ ആരംഭിക്കുന്ന സെമിനാറിന്റെ ഉദ്ഘാടനം കൽദായ സഭാ ബിഷപ്പ് മാർ ഔഗീൻ കുര്യാക്കോസ് നിർവഹിക്കും. വാർത്താസമ്മേളനത്തിൽ ദേശീയ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ആനി തോമസ്, ജില്ലാ പ്രസിഡന്റ് നിമ്മി റപ്പായി, ബാവ ലൂക്കോസ്, ഷീബ വർഗീസ്, ആനി ജയ എന്നിവർ പങ്കെടുത്തു. പ്രസിദ്ധമായ കൊടകര ഷഷ്ടി നാളെ ആഘോഷിക്കും. ഷഷ്ടികളുടെ ഷഷ്ടി എന്നറിയപ്പെടുന്ന കൊടകരയുടെ ദേശീയ ഉത്സവം കൂടിയായ ഷഷ്ടി അവിസ്മരണീയമാക്കാനുള്ള ഒരുക്കങ്ങളാണ് തട്ടകത്ത് പൂർത്തിയായി കഴിഞ്ഞത്. പൂനിലാർക്കാവ് ദേവീക്ഷേത്രത്തിന്റെ കീഴേടമായ കുന്നത്രിക്കോവിൽ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ് ഷഷ്ടി ആഘോഷം നടക്കുന്നത്. എന്നാൽ ആഘോഷത്തിന്റെ ഭാഗമായുള്ള കാവടിയാട്ടത്തിന് വേദിയാകുന്നത് പൂനിലാർക്കാവ് ദേവീക്ഷേത്ര മൈതാനമാണ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 10,000 ശനിയാഴ്ച കൊടകരയിലെത്തും. കേരളത്തിലെ ഏറ്റവും വലിയ ഷഷ്ടി ആഘോഷമെന്നറിയപ്പെടുന്ന കൊടകര ഷഷ്ടി ജാതിമത ഭേദമില്ലാതെ ഏവരെയും ഒന്നിപ്പിക്കുന്ന സാംസ്കാരികോത്സവം കൂടിയാണെന്ന് തട്ടക നിവാസിയും അറിയപ്പെടുന്ന വാദ്യകലാകാരനുമായ കൊടകര ഉണ്ണി പറയുന്നു. പൂരങ്ങളുടെ പൂരം തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് പോലെ ഷഷ്ടികളുടെ ഷഷ്ടിയാണ് കൊടകര ഷഷ്ടി. പ്രഭാതം മുതൽ പിറ്റേന്ന് പ്രഭാതം വരെ നീളുന്ന കാവടിയാട്ടവും അഭിഷേകങ്ങളുടെയും ഒക്കെ ഒരു അനുപമ സംഗമോത്സവമാണ് കൊടകര ഷഷ്ടിയുടേത്. ജാതിഭേദ വ്യത്യാസമില്ലാതെ ആബാലവൃദ്ധ ജനങ്ങളും ആടിതിമിർക്കുന്ന ആഘോഷിക്കുന്ന മഹോത്സവമാണ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഷഷ്ടി മഹോത്സവം. ശനിയാഴ്ച പുലർച്ചെ 4 മണിയോടെ പൂനിലാർക്കാവ് ദേവീക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ച അഭിഷേക ദ്രവ്യങ്ങളുമായി കുന്നിൻ മുകളിലുള്ള കുന്നത്രിക്കോവിൽ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക് അഭിഷേക സംഘം പുറപ്പെടുന്നതോടെയാണ് ഷഷ്ടി ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുന്നത്. പാൽ, പനിനീർ, കളഭം, പഞ്ചാമൃതം എന്നീ അഭിഷേക ദ്രവ്യങ്ങളുമായി ക്ഷേത്രം ഊരാളനും ആഘോഷ കമ്മിറ്റി ഭാരവാഹികളും ക്ഷേത്രം ഭാരവാഹികളും അടങ്ങുന്ന അഭിഷേക സംഘം കുന്നത്രിക്കോവിലെത്തിയാൽ ഉടൻ അഭിഷേക ചടങ്ങ് നടക്കും. തുടർന്ന് ഭക്തജനങ്ങളുടെ വക അഭിഷേകങ്ങൾ നടക്കും. രാവിലെ 9 മണിയോടെ വിവിധ കാവടി സമാജങ്ങളിൽ നിന്ന് കാവടി ഘോഷയാത്രകൾ പുറപ്പെടും. 19 കാവടി സെറ്റുകളാണ് ഇക്കുറി ആഘോഷത്തിൽ പങ്കെടുക്കുന്നത്. ഉച്ചയോടെ പൂനിലാർക്കാവ് ക്ഷേത്ര മൈതാനത്തെത്തുന്ന കാവടി സെറ്റുകളെ ആതിഥേയരായ കാവിൽ കരയോഗം സെറ്റ് ആചാരപ്രകാരം സ്വീകരിച്ച് ക്ഷേത്ര നടയിലേക്ക് ആനയിക്കും. തുടർന്ന് പൂനിലാർക്കാവ് മൈതാനിൽ കാവടിയാട്ടം നടക്കും. ശനിയാഴ്ച വൈകുന്നേരം പൂനിലാർക്കാവിൽ നിന്ന് ചെട്ടിവാദ്യത്തിന്റെ അകമ്പടിയോടെ കുന്നത്രിക്കോവിൽ ക്ഷേത്രത്തിലേക്ക് നടക്കുന്ന ഭസ്മകാവടി എഴുന്നള്ളിപ്പ് ഷഷ്ടി ആഘോഷത്തിലെ പ്രധാന ചടങ്ങുകളിൽ ഒന്നാണ്. രാത്രിയിലും കാവടി ഘോഷയാത്രയും കാവടിയാട്ടവും നടക്കും. TCV ന്യൂസ്, കൊടകര. വെൺമേനാട് MASM ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 60ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി എക്സ്പോ 2024 പ്രദർശനവും ഭക്ഷ്യമേളയും നടത്തി. സഹപാഠിക്ക് ഒരു വീട് പദ്ധതിയുടെ 2ാമത്തെ ഭവന നിർമ്മാണത്തിന് ഫണ്ട് സമാഹരിക്കുന്നതിനായി 100-ൽ പരം സ്വാദിഷ്ടമായ വിഭവങ്ങൾ ഒരുക്കിയ ഭക്ഷ്യമേളയും വിദ്യാലയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് VM മുഹമ്മദ് ഗസാലി എക്സ്പോയുടെയും ഫുഡ് ഫെസ്റ്റിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ പ്രതിനിധി MK മുഹമ്മദ് മുനീർ അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികളായ S സുധ, K ദ്രൗപതി, PTA പ്രസിഡന്റ് മുഹമ്മദ് ഷിംല, മദർ PTA പ്രസിഡന്റ് സബിത ഷാജി, ചെയർമാൻ VM കരീം, K ഹുസൈൻ, ഡോക്ടർ അബ്ദുൾ റസാഖ്, പ്രധാനാധ്യാപകൻ ജോയ് ചെറിയാൻ, എക്സൈസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ PY ജോസഫ്, പ്രോഗ്രാം കൺവീനർ ജിൽസൺ തോമസ് എന്നിവർ സംസാരിച്ചു. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സൗജന്യ രക്തഗ്രൂപ്പ് നിർണയവും പ്രമേഹ പരിശോധനയും നടത്തുകയുണ്ടായി. സാമൂഹ്യ പ്രവർത്തകനും ജനപ്രതിനിധിയുമായിരുന്ന ജനാബ് RP മൊയ്തുട്ടി സാഹിബിന്റെ സ്മരണാർത്ഥം എരുമപ്പെട്ടി ഹോപ്പ് പബ്ലിക് സ്കൂളിൽ അംഗൻവാടി മുതൽ പ്രൈമറി തലം വരെയുള്ള കുട്ടികൾക്കായി സംസ്ഥാനതല ചിത്രരചന മത്സരം സംഘടിപ്പിച്ചു. വിവിധ ജില്ലകളിൽ നിന്നും 200-ലധികം കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു. ചിത്രകാരൻ കൃഷ്ണദാസ് കടവനാട് സമ്മാനദാനം നിർവഹിച്ചു. സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധി RP സിദ്ദിഖ് അധ്യക്ഷനായി. സ്കൂൾ പ്രിൻസിപ്പാൾ VS സുമ, വൈസ് പ്രിൻസിപ്പാൾ KR അനിൽ, PTA പ്രസിഡന്റ് സതീഷ് ബാബു, MPTA പ്രസിഡന്റ് പ്രജിത എന്നിവർ സംസാരിച്ചു. പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ ഓവറോൾ കിരീടം ചൂടിയ മത്സരത്തിൽ എരുമപ്പെട്ടി ഹോപ്പ് പബ്ലിക് സ്കൂൾ 2ാം സ്ഥാനം കരസ്ഥമാക്കി. അസുഖബാധിതനായതിനെ തുടർന്ന് വിരമിച്ച ചെത്തുതൊഴിലാളിക്ക് പെൻഷൻ ലഭിക്കുന്നില്ലെന്ന് പരാതി. കണ്ടാണശ്ശേരി സ്വദേശി കാവീട്ടിൽ KM സുരേഷാണ് പെൻഷൻ ലഭിക്കാതെ വലയുന്നത്. അസുഖബാധിതനായതിനെ തുടർന്ന് 2023-ലാണ് സുരേഷ് വിരമിച്ചത്. പലതവണ ഓഫീസ് കയറിയിറങ്ങിയെങ്കിലും നാളിതുവരെയായി പെൻഷൻ ലഭിച്ചിട്ടില്ല. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ട് പെൻഷൻ നൽകാൻ ഉത്തരവിട്ടുവെങ്കിലും ഫലമുണ്ടായില്ല. ഡിസംബറിൽ തന്റെ പെൻഷൻ പാസ്സായില്ലെങ്കിൽ
ക്ഷേമനിധി ഓഫീസിന് മുന്നിൽ നിരാഹാര സമരം സംഘടിപ്പിക്കുമെന്ന് സുരേഷ് പറഞ്ഞു. CPM കൊടുങ്ങല്ലൂർ ഏരിയ സമ്മേളനത്തിന് എറിയാട് തുടക്കമായി. രക്തസാക്ഷി KU ബിജുവിന്റെ പിതാവ് ഉണ്ണികൃഷ്ണൻ പതാക ഉയർത്തി. പ്രതിനിധി സമ്മേളനം CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം KV രാജേഷ് അധ്യക്ഷനായി. മുസ്താഖ് അലി, CK ഗിരിജ, ഏരിയ സെക്രട്ടറി KR ജൈത്രൻ, സംസ്ഥാന കമ്മിറ്റി അംഗം NR ബാലൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ PK ഡേവിസ്, PK ചന്ദ്രശേഖരൻ എന്നിവർ സംസാരിച്ചു. 2 ദിവസങ്ങളിലായി പ്രതിനിധി സമ്മേളനം നടക്കും. സമാപന ദിവസമായ ഞായറാഴ്ച വൈകിട്ട് 4-ന് ബഹുജന റാലിയും റെഡ് വളണ്ടിയർ മാർച്ചും പൊതുസമ്മേളനവും നടക്കും. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ അരിമ്പൂർ യൂണിറ്റ് സമ്മേളനം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. AKTA ജില്ലാ ജോയിന്റ് സെക്രട്ടറി അമ്മിണി കുമാരൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് സ്മിത ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി ജിൻസി ഫ്രാൻസിസ്, ട്രഷറർ ഷിജി വിൻസെന്റ്, ഏരിയ സെക്രട്ടറി KA ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി ജിൻസി ഫ്രാൻസിസ്, ഡെയ്സി ജോഷി, ഷിജി വിൻസെന്റ് എന്നിവരെ തെരഞ്ഞെടുത്തു. തൃശൂർ ഒളരി കാഞ്ഞാണി റോഡിൽ സിവിൽ ലൈൻ സ്റ്റോപ്പിനു സമീപം റോഡിൽ രൂപപ്പെട്ട കുഴി അടച്ചില്ലെന്ന് ആക്ഷേപം. കുഴികളിൽ വീണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. പ്രദേശത്ത് സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്തതും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അടിയന്തരമായി റോഡിൽ അറ്റകുറ്റപ്പണി നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. സഹൃദയവേദി 58ാം വാർഷികത്തോടനുബന്ധിച്ച് സാമൂഹ്യ സാഹിത്യ ഭാഷാ പത്രപ്രവർത്തന മേഖലകളിൽ നൽകുന്ന അവാർഡുകൾ പ്രഖ്യാപിച്ചു. 10,000 രൂപയും ഫലകവും പ്രശസ്തിപത്രവും പൊന്നാടയും അടങ്ങുന്നതാണ് അവാർഡ്. ഡോക്ടർ PV കൃഷ്ണൻ നായർ, ജോസ് പനച്ചിപ്പുറം, ഡോക്ടർ CT ഫ്രാൻസിസ്, VG തമ്പി, PN ഗോപികൃഷ്ണൻ, ഡോക്ടർ വർഗീസ് ചാക്കോള, ഡോക്ടർ P ഭാനുമതി, കൊങ്ങാർപ്പിള്ളി ശങ്കരനാരായണൻ നമ്പൂതിരി, ഡോക്ടർ PN സുനിത, C സുബ്രഹ്മണ്യൻ എന്നിവരാണ് അവാർഡിന് അർഹരായത്. ഡിസംബർ 10-ന് സാഹിത്യ അക്കാദമി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന അവാർഡ് സമർപ്പണ സമ്മേളനത്തിൽ മുൻ ചീഫ് സെക്രട്ടറി EK ഭരത് ഭൂഷൺ അവാർഡുകൾ സമ്മാനിക്കും. വരന്തരപ്പള്ളി പഞ്ചായത്ത് ആധുനിക സൗകര്യങ്ങളോടുകൂടി സജ്ജീകരിച്ച മൊബൈൽ ക്രിമിറ്റോറിയം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TG അശോകൻ, പഞ്ചായത്ത് വിവിധ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ബിന്ദു ബഷീർ, അഷ്റഫ് ചാലിയത്തൊടി, റോസിലി തോമസ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ EK സദാശിവൻ, ഷീല ജോർജ്, ഹേമലത നന്ദകുമാർ, സെക്രട്ടറി ഇൻചാർജ് T കിൻസ് ബോയ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള സംസ്ഥാന മികച്ച ഭിന്നശേഷി സർഗാത്മക ബാലിക അവാർഡിന് അർഹയായ അയ്യന്തോൾ പുതൂർക്കര സ്വദേശിനി ആൻ മൂക്കനെ ആദരണീയം സാംസ്കാരിക പൗരാവലി ആദരിച്ചു. മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ ഉപഹാരം നൽകി. മുൻ MLA TV ചന്ദ്രമോഹൻ, അഡ്വക്കേറ്റ് S അജി, കൗൺസിലർ K രാമനാഥൻ, KPCC സെക്രട്ടറി A പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു. MLA ഫണ്ടിൽ നവീകരിച്ച ഊട്ടുപാറ ഉദയനഗർ 2nd സ്ട്രീറ്റ് റോഡ് സേവ്യർ ചിറ്റിലിപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർമാരായ അഡ്വക്കേറ്റ് ശ്രീദേവി രതീഷ്, ഷീല മുരളി, AD അജി, മുൻ കൗൺസിലർ VP മധു തുടങ്ങിയവർ പങ്കെടുത്തു. എടവിലങ്ങ് പഞ്ചായത്തിലെ 3 പേരുടെ ചികിത്സാ സഹായ ധനസമാഹരണത്തിനായി കക്ഷി രാഷ്ട്രീയത്തിനതീതമായി നാട് ഒന്നിക്കുന്നു. കരൾ മാറ്റൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്ന രാജു, വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന അതുൽ കൃഷ്ണ, മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്ന അമ്പാടി എന്നിവർക്കായാണ് നാട്ടുകാർ ധനസമാഹരണം നടത്തുന്നത്. എടവിലങ്ങ് സിറ്റി പാലസിൽ നടന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ അധ്യക്ഷത വഹിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ CA ഷഫീർ, PF ലോറൻസ്, PS അനിൽകുമാർ, EK സജീവൻ, എടവിലങ്ങ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പ്രേമാനന്ദൻ, എടവിലങ്ങ് മഹല്ല് ഖത്തീബ് നജീബ് മൗലവി, ഈഴവ സേവാ സംഘം സെക്രട്ടറി താണിയത്ത് വാസു, VS ബൈജു, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ റീന ബൈജു എന്നിവർ സംസാരിച്ചു. അഭിഭാഷകരുടെ അവകാശ സംരക്ഷണ ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് വടക്കാഞ്ചേരി യൂണിറ്റ് കോടതിക്ക് മുന്നിൽ ധർണ നടത്തി. അഭിഭാഷക ക്ഷേമനിധി 30 ലക്ഷം രൂപയാക്കുക, ജൂനിയർ അഭിഭാഷകർക്ക് ഉയർന്ന സ്റ്റൈപ്പൻഡ് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. മുൻ യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PI ലോനപ്പൻ ധർണ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൽദോ പൂക്കുന്നേൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് OP സലീം, അഭിഭാഷകരായ ജേക്കബ് E മാണി, നെവിൻ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു.
കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിരുന്ന അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ അനുസ്മരണം തിച്ചൂരിൽ KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി M രവീന്ദ്രൻ അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് നേതാവ് ഷംനാസ് അണ്ടേക്കാട്ടിൽ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് A മുസ്തഫ, വാർഡ് മെമ്പർ അനിത, വീരചന്ദ്രൻ, മണികണ്ഠൻ, രതീഷ് കഴനിയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഭവൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഉദ്ഘാടനവും കുടുംബസംഗമവും ഞായറാഴ്ച തൃശൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തൃശൂർ ടൗൺ ഹാളിൽ നടക്കുന്ന കുടുംബസംഗമത്തിന്റെ ഉദ്ഘാടനം മേയർ MK വർഗീസും ഭവൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഉദ്ഘാടനം ഫാദർ ഡേവിസ് ചിറമലും നിർവഹിക്കും. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ നിന്നുള്ളവർ പരിപാടിയിൽ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് ചാൾസ് ഗോൺസാൽവസ്, സെക്രട്ടറി CP ഗിരീഷ് കുമാർ, ജനറൽ കൺവീനർ IC പ്രശാന്ത്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ KK അശോകൻ, MR ദീപു എന്നിവർ പങ്കെടുത്തു. പൈതൃക സംരക്ഷകനായ അധ്യാപകനെ കാണുവാൻ വിദ്യാർത്ഥികൾ വീട്ടിലെത്തി. മറ്റം സെയിന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃത വിദ്യാർത്ഥികളാണ് പാഠപുസ്തകങ്ങളിൽ പരിചയപ്പെട്ട പൈതൃക വസ്തുക്കളെ കാണുന്നതിനും പഠിക്കുന്നതിനുമായി റിട്ടയേർഡ് അധ്യാപകനായ നമ്പഴിക്കാട് സ്വദേശി ആന്റണി മാസ്റ്ററുടെ വസതിയിൽ എത്തിയത്. ഇന്ദുലേഖയുടെ പഴയകാല പുസ്തകവും ചൈനീസ് പാത്രങ്ങളും മണ്ണെണ്ണയിൽ പ്രവർത്തിച്ചിരുന്ന ഫ്രിഡ്ജും പഴയകാല റേഡിയോകൾ, വിവിധതരം ക്ലോക്കുകൾ, കിണ്ടികൾ, വിളക്കുകൾ തുടങ്ങി ഒട്ടേറെ വസ്തുക്കൾ മാസ്റ്റർ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി. സംസ്കൃത അധ്യാപകനായ PJ സ്റ്റൈജുവിനോട് ഒപ്പമാണ് വിദ്യാർത്ഥികൾ സന്ദർശനം നടത്തിയത്. തൃശൂർ കോഓപ്പറേറ്റീവ് കോളേജിലെ അധ്യാപകനായ അനഘോഷ് രചിച്ച കവിതാ സമാഹാരം ഗോദാവരി കോളേജ് പ്രസിഡന്റ് TS സജീവന് നൽകി കവി VG തമ്പി പ്രകാശനം ചെയ്തു. കോളേജ് പ്രസിഡന്റ് TS സജീവ് അധ്യക്ഷത വഹിച്ചു. കവയത്രി TV അജിത, പ്രിൻസിപ്പാൾ T സുരേഷ് കുമാർ, കോഓപ്പറേറ്റീവ് പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പാൾ ശ്രുതി ബാലകൃഷ്ണൻ, അധ്യാപകൻ സന്തോഷ് പടിയത്ത് തുടങ്ങിയവർ സംസാരിച്ചു. പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു. ചെമാപ്പള്ളി പഴയ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ നടന്ന അനുസ്മരണ സമ്മേളനം നെഹ്റു സ്റ്റഡി സെന്റർ ചെയർമാൻ ആൻഡോ തൊറയൻ ഉദ്ഘാടനം ചെയ്തു. നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം കൺവീനർ രാമൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. പ്രമോദ് കണിമംഗലത്ത്, നിസാർ കുമ്മങ്കണ്ടത്ത്, സാജൻ കുറ്റിക്കാട്ടുപറമ്പിൽ, പോൾ പുരിക്കോട്ടിൽ, ജഗദീഷ് രാജ് വാളമുക്ക് തുടങ്ങിയവർ സംസാരിച്ചു. കുറുമ്പിലാവ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഇഞ്ചമുടി കുറുമ്പിലാവ് ദേശവിളക്ക് മഹോത്സവം ശനിയാഴ്ച നടക്കുന്നതിന്റെ മുന്നോടിയായി 4 ദിവസം നീണ്ടുനിൽക്കുന്ന കലാപരിപാടികൾക്ക് തുടക്കമായി. പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രം സെക്രട്ടറി സ്വാമി ദിവ്യാനന്ദഗിരി ഉദ്ഘാടനം ചെയ്തു. ദേശവിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് ഭഗവൽ സിംഗ് അധ്യക്ഷത വഹിച്ചു. ക്ഷേത്ര ക്ഷേമസമിതി സെക്രട്ടറി ശലജ മുകുന്ദൻ, സാവിത്രി വ്യാസകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് KT ചന്ദ്രൻ, സെക്രട്ടറി അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7100 രൂപ, പവന് 56,800 രൂപ. വെള്ളി ഗ്രാമിന് 99 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3223 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ഹൈക്കോടതി മാനദണ്ഡങ്ങൾ പാലിച്ച് തൃശൂർ പൂരം നടത്താൻ കഴിയില്ലെന്ന് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ. പ്രതിസന്ധി പരിഹരിക്കാൻ ഉത്സവാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച തൃശൂരിൽ പ്രതിഷേധ കൺവെൻഷൻ സംഘടിപ്പിക്കും. ആനയെഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി പരിഹരിക്കാൻ നിയമനിർമ്മാണത്തെക്കുറിച്ച് സർക്കാർ ആലോചിക്കുന്നതായി റവന്യൂ മന്ത്രി K രാജൻ. മുണ്ടക്കൈ ചൂരൽമലയിലെ ദുരന്തത്തിനിരയായ അവസാനത്തെ വ്യക്തിയെയും പുനരധിവസിപ്പിക്കുമെന്നും മന്ത്രി. പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിൽ. കൂടുകളുടെ നിർമ്മാണം മാർച്ച് മാസത്തോടെ പൂർത്തിയാക്കും. കുണ്ടന്നൂരിൽ വൻ കഞ്ചാവ് വേട്ട. ചരക്ക് വാഹനത്തിൽ കടത്തിയ 80 കിലോ കഞ്ചാവ് പോലീസ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേർ പിടിയിൽ, 2 പേർ ഓടി രക്ഷപ്പെട്ടു.
കുന്നംകുളത്ത് നടക്കുന്ന റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ പോരാട്ടം മുറുകി. 506 പോയിന്റുമായി തൃശൂർ ഈസ്റ്റ് ഉപജില്ല മുന്നിൽ. കൊല്ലൂർ CIയെ കുത്തിയ അനന്തുമാരിക്കെതിരെ 10 ക്രിമിനൽ കേസടക്കം 16 കേസുകൾ ഉള്ളതായി പോലീസ്. പ്രതിക്കെതിരെ വധശ്രമത്തിന് കേസെടുക്കുമെന്ന് പോലീസ്. മറ്റത്തൂർ മുപ്പിളിയിൽ കാട്ടാനകൾ ഇറങ്ങി വ്യാപകമായി വാഴകൃഷി നശിപ്പിച്ചു. താളുപ്പാടം സ്വദേശി കളത്തിങ്കൽ ഡേവിസ് പാട്ടഭൂമിയിൽ കൃഷി ചെയ്ത 200ഓളം വാഴകളാണ് ആനക്കൂട്ടം നശിപ്പിച്ചത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.